നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് 1400 വർഷം മുമ്പ് നബി തങ്ങൾ ആശങ്കപ്പെടുകയാണ്. കൈഫ അൻതും ഇദാ ത്വഗാ നിസാഉകും, നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ, ത്വഗാ എന്ന് പറഞ്ഞാൽ പിഴച്ചു പോവുക, പച്ച അർത്ഥമാണ്, വേറെ ഇനി ഒരു അർത്ഥം വെക്കാനില്ല. നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ, വഫസഖ ശുബ്ബാനുക്കും, നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളും റൗഡികളുമാകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വതറക്തും ജിഹാദക്കും, ഇസ്ലാമിക ധർമ്മസമ്മരം മാത്രമല്ല സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് പോലും മറക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടാൽ അന്നത്തെ അവസ്ഥ എന്താകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ മദീന പള്ളിയുടെ അകത്തളത്തിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് ചോദിക്കുമ്പോ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി കേൾക്കുകയാണ് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, അവകാഇനു ദാലിക യാ ഹബീബല്ലാഹ്, അങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ഈ ലോകത്തതൊക്കെ സംഭവിക്കുമോ ഹബീബേ? ഇതൊക്കെ ലോകത്തുണ്ടാകുമോ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോവുക, ചെറുപ്പക്കാര് മുഴുവനും തമ്മാടികളായി പോവുക, ഫാസിഖീങ്ങളായി പോവുക, കള്ളു കുടിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, സിനിമ കാണുന്നവർ, റീൽസിന്റെ ലോകത്ത് നിലകൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറിയില്ലേ? 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ ഈ കാലഘട്ടത്തെ നോക്കിയിട്ട് പറയുക, ഒരു 100 കൊല്ലം മുമ്പാണ് ഈ ഹദീസ് ഓതി അർത്ഥം വെക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ വാവിളിക്കും, ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഈ ഹദീസ് പക്കയാണ്. ഇതിനപ്പുറത്തേക്കിനൊരു കാലഘട്ടം ഇല്ല. കാരണം എല്ലാം പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 1400 കൊല്ലം മുമ്പാ നബിതങ്ങൾ ഇത് പറയുന്നത്. ഏത് ഉമ്മത്തിലൂടാ പറയുന്നത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകരി. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ കൊണ്ട് വിരോധിക്കുന്ന സമുദായമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി ഏറ്റവും ശ്രേഷ്ഠവൽക്കരിച്ച് പറഞ്ഞതാകുന്ന സമുദായത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം കടന്നു വന്നാൽ സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന കാലഘട്ടമാണത്. യുവാക്കൾ മുഴുവനും തമ്മാടികളാകുന്ന കാലഘട്ടമാണ്. വതറക്തും ജിഹാദക്കും, സ്വന്തം ശരീരത്തോടുള്ള ധർമ്മസമരം പോലും പരിപൂർണമായി ഉപേക്ഷ വെക്കുന്നതായ കാലഘട്ടമാ. അന്നത്തെ അവസ്ഥ എന്താകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ, സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, ഇതൊക്കെ ലോകത്ത് ഉണ്ടാകുമോ ഹബീബേ? ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ. എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോട് പറയട്ടെ, വഅശദ്ദു മിൻഹു സയകൂൻ. ഇതിനേക്കാൾ മോശപ്പെട്ടതാകുന്ന അവസ്ഥയിലേക്ക്, ഇതിനേക്കാൾ പരിതാപകരമാകുന്ന അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. ചെറുപ്പക്കാര് മുഴുവനും തമ്മാടികളാകുന്ന യുഗമാണ്. സ്വന്തം ശരീരത്തെ പോലും നന്നാക്കാൻ താല്പര്യമില്ലാതെ തീർത്തും അപജയത്തിന്റെ ലോകത്ത് നിലകൊള്ളുന്ന സമൂഹമാണ്. ഇതിനേക്കാൾ മോശപ്പെട്ട യുഗത്തിലേക്ക്
ജനങ്ങൾ എത്തുമേ, കാലഘട്ടം എത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഇതിനേക്കാൾ മോശപ്പെട്ടതാകുന്ന യുഗമേതാണ്, ഇതിനേക്കാൾ തരം താഴ്ന്നതാകുന്ന അവസ്ഥ ഏതാണ്, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, സഹോദരാ സഹോദരി, കാതുകൊടുത്ത് കേൾക്കണേ, ഹൃദയം കൊടുത്തൊന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ മുഴുവൻ പിഴച്ചു പോകുകയും യുവാക്കൾ മുഴുവൻ തെമ്മാടികളായി പോവുകയും ചെയ്യുന്ന കാലഘട്ടത്തെക്കാൾ മോശപ്പെട്ട കാലഘട്ടമാണ് കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകരി. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമേ സ്വഹാബ. തിന്മ കൊണ്ടുള്ള തടയൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. നന്മ കൊണ്ട് കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ല. തിന്മ ചെയ്താൽ കണ്ടുകൊണ്ട് രസിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പനയുണ്ടാവുകയില്ല. ഈ ഒരു കാലഘട്ടം അതിനേക്കാൾ മോശപ്പെട്ട യുഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് നബി തങ്ങൾ ആശങ്കപ്പെട്ടത് ഇന്ന് 2025 നാം നിലകൊള്ളുന്നതായ ഈ മാസത്തിൽ കടന്നില്ലയോ, ഈ വർഷത്തിൽ ഉണ്ടായില്ലയോ? ആരാണ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്, ആരാണ് തിന്മകൾ തടയുന്നത്? പരസ്യമായി നടുറോഡിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണും സ്ത്രീകളും പരസ്യമായിരുന്നുകൊണ്ട് ചുംബനം നടത്തിയാലും രതിക്രീഡയിൽ ഏർപ്പെട്ടാലും അത് കണ്ടുകൊണ്ട് രസിക്കുന്നതല്ലാതെ അതിനെ എതിർക്കാൻ ഒരാൾ പോലുമില്ലല്ലോ. ഒരാളും ഈ ലോകത്ത് കടന്നു വരുന്നേ ഇല്ല. പരസ്യമായി മാളിൽ, പരസ്യമായി നടുറോഡിൽ, ബീച്ചുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ നമ്മൾ കാണുകയാണ്, നേർക്കുനേരെ കാണുകയാണ്. വൈകുന്നേര സമയമാകുമ്പോ സ്കൂളിൽ പഠിക്കുന്നതാകുന്ന മുഖമക്കനിയിട്ടതാകുന്ന തട്ടമിട്ട വിദ്യാർത്ഥിനികൾ അന്യപുരുഷന്റേതാകുന്ന കാമുകന്റെ മടിയിൽ കടന്നുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഈ സമുദായം സാക്ഷിപത്രമാവുകയാണ്. എത്രയോ മീഡിയയിലൂടെ അത് പ്രചരിക്കുന്നു, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ പലരും മാറി നിന്നുകൊണ്ട് വീഡിയോ എടുത്തിട്ട് പോകുന്നതല്ലാതെ ഒരാൾ പ്രതികരിക്കാനില്ല എന്നുള്ളത് വസ്തുതയാണ്. പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ കണക്ഷനാണ്, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ച് ഓടിച്ചു വിടുന്നതല്ലാതെ ആരും പ്രതികരിക്കുക പോലുമില്ല. അവസാന കാലഘട്ടമാകുമ്പോൾ അങ്ങനെയാണ്. ആരെങ്കിലും ബസ്സിലിരുന്നിട്ട് ചെറിയ ചെറിയ ഉടായ്പ പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യുന്നത്? മാറി നമുക്ക് വീഡിയോ പിടിക്കും, എന്നിട്ട് അവനെ ബാത്റൂമിൽ കൊണ്ടുവച്ച് റാഹത്തായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ ഇത് പ്രതികരിക്കാൻ പോകുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ആർക്കുമില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതാണ് പുതിയ യുഗം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്, കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹു അനിൽ മുൻകർ. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ല. അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് ഈ ലോകമെത്തും. എത്തിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ആരാണ് ഇവിടെ നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്? മക്കളെ ഉപദേശിക്കുന്നതാകുന്ന രക്ഷിതാക്കൾ എവിടെ? മക്കളെ ഉപദേശിക്കുന്ന രക്ഷിതാക്കൾ എവിടെ? ഉപദേശിച്ചാൽ നന്നാവുന്ന മക്കൾ എവിടെ? ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു വാപ്പ അവന്റെ മകനെ ഉപദേശിക്കുന്നു, ലഹരിക്ക് അടിമപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ആ കുട്ടി പാപ്പാടെ മുതുകത്ത് നോക്കി ഒരു ഒറ്റ അടി കണ്ടില്ലായിരുന്നു? വീഡിയോ കണ്ടില്ലല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക. മുണ്ടൊക്കെ മടക്കി കുത്തി വാപ്പ അവനെ വന്ന് വിളിച്ചോണ്ട് പോവാണ്. ഏതോ പാടത്ത് പറമ്പത്തിരുന്ന് ഹയവാനിരുന്ന് അടിക്കുകയാണ്. കവട്ട അടിക്കുന്ന അവനെ വന്ന് വിളിച്ചോണ്ട്. ഇപ്പൊ സിന്തറ്റിക് ലഹരിയാണ് ഏറ്റവും കൂടുതൽ. MDMA, LSD അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ യുവാക്കളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യുവാക്കളുമുണ്ട്, യുവതികളുമുണ്ട്. അതാണ് രസം. പുതിയ തലമുറയിലെ യുവാക്കളെക്കാൾ ഏറെ യുവതികളാണ് രഹസ്യമായും പരസ്യമായും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ലഹരികളാണ്. പണ്ട് കള്ളൊക്കെ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ കഞ്ചാവും അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന MDMA, LSD, ഹശീഷ് ഓയിൽ അടക്കമുള്ള
മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും അതിന്മേൽ ബന്ധപ്പെട്ട് കണക്ഷനായി നിലകൊള്ളാൻ 5ാം ക്ലാസ്സിലും 6ലും 7ലും 8ലും 9ലും 10ലും +1നും +2നും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥിനികളൊക്കെ അതിന് അഡിക്റ്റായിരിക്കാൻ. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ. വാപ്പ തന്റെ മകനെ ഉപേക്ഷിക്കാൻ വേണ്ടി പറമ്പത്ത് വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവൻ അവിടെ നിന്ന് ചീത്ത വിളിക്കാൻ കായും മായും ഒക്കെ കൂട്ടി വാപ്പായെ ചീത്ത വിളിച്ചിട്ട് അവസാനം വാപ്പയുടെ മുതുകത്ത് വന്ന് അടിക്കുന്ന രംഗം ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തേതാകുന്ന വാർത്തയാണ്, ആളുകൾ കാണുന്നതാണ്. ആലോചിച്ചു നോക്ക്, എവിടേക്ക് പോയി. എന്നാൽ ആ പയ്യനെ വാപ്പയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു നരന്ത് പയ്യനാണ്. അപ്പൊ ഒന്ന് കൈവച്ചവനുണ്ടാവൂല, അത്രത്തോളം ഉള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ കിടക്കുന്നതാകുന്ന ലഹരി അവനെ സ്വന്തം വാപ്പയെ അടിക്കാൻ മാത്രം, കയ്യോങ്ങാൻ മാത്രം എത്തി എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആ വീഡിയോ വ്യാപിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവനും എത്തി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫഅൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകരി. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ലാത്ത യുഗത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. അന്നത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടേതെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്തത്വരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ലോകാവസാനം ഉണ്ടാവുകയില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്തത്വരീഖ്. പരസ്യമായി പട്ടാപ്പകലിൽ നടുറോഡിൽ വെച്ചുകൊണ്ട് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ വേഴ്ച നടത്തുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവുകയില്ല സ്വഹാബ. എതിർത്തിട്ടും കാര്യമില്ലാത്ത യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്യമായി ബസ് സ്റ്റാൻഡുകളിലും ഒഴിഞ്ഞുള്ള കടമുറികളിലും ബീച്ച് റോഡുകളിലും നിരത്തുകളിലും ഇന്ന് കാണുന്ന കാഴ്ചകളല്ലേ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേഴ്ച നടത്തുന്നത് ഈ സമുദായം കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? LGBTQ എന്ന ലോകമല്ലയോ? സ്ത്രീകളുമായി തന്നെ സ്വർഗ്ഗരതി അനുരാഗികളായി എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ മതിയെന്ന് പരസ്യമായി സ്വന്തം ഉമ്മയോട് പറഞ്ഞ് വിവാഹത്തിന് വേണ്ടി ശാഠ്യം വെക്കുന്നതായ മക്കളുള്ളതായ കാലഘട്ടമല്ലേ, യുഗമല്ലയോ? എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് ഇഷ്ടം, ഞങ്ങളാണ് ഒരുമിച്ച് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഗേകളായി ജീവിക്കുന്നതായ യുവാക്കളുള്ള കാലഘട്ടമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട സംഗതിയായി പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞ സംഗതിയല്ലയോ? ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ പ്രവണത സ്വന്തം ശരീരത്തെ സ്വർഗ്ഗരതി അനുരാഗത്തിലേക്ക് മാറ്റിയെഴുതുന്നതായ ഏതൊരു പുരുഷനുണ്ടോ, സഹോദരിയുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തികൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതായ ഏതൊരു ലെസ്ബിയൻ യുവതിയുണ്ടോ, ഏതൊരു ഗേയാകുന്ന ചെറുപ്പക്കാരനുണ്ടോ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി
എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പുതിയ തലമുറ നിങ്ങൾക്ക് ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്ന പഠനവേദങ്ങളും നിങ്ങൾക്ക് നൽകുന്ന സംസ്കാരങ്ങളും ഒരുപക്ഷേ ഇസ്ലാമിന് അന്യമാകാം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതാകുന്ന ബന്ധത്തെ കുറിച്ചല്ല ഖുർആനി പറയുന്നത്. സ്ത്രീകൾ സ്ത്രീകളുമായി, പുരുഷൻ പുരുഷനുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ്. ഈ രീതിയിലുള്ള തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെ, നന്മ കൊണ്ടുള്ള കൽപ്പന ഇല്ലാത്തതാകുന്ന സമുദായമേ, തിന്മ കൊണ്ടുള്ള തടയൽ ഈ ലോകത്ത് ഇല്ലാതായില്ലയോ, ആയില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവസാന കാലഘട്ടം എത്തുമ്പോ നന്മയുടെ വക്താക്കൾ ഉണ്ടാവുകയില്ല. ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ, ഏറ്റവും നീചന്മാരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹ് എന്ന വചനത്തിലാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ, കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ അല്ലാഹു എന്ന വ്യക്തിത്വമില്ലയോ? ആ പടച്ച റബ്ബിനെ ആരാധിക്കുവാൻ, അവനെ വർണ്ണിക്കുവാൻ, അവനെ പാടി പുകഴ്ത്തുവാൻ, അവന്റെ അവദാനങ്ങൾ പറയുവാൻ, അവന്റെ നാമങ്ങൾ അനുസ്മരിക്കുവാൻ ഈ ലോകത്ത് മനുഷ്യൻ തയ്യാറാക്ക യുഗം കടന്നു വരുമ്പോ ഈ ലോകം അവസാനിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനു വേണ്ടിയാണ് പൊട്ടച്ചിറ അൻവരിയെ പോലെയുള്ള കലാലയങ്ങൾ. കാരണം ഈ കലാലയങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിനെയാണ്. ഏകദൈവ വിശ്വാസമാണ്. ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ ആരാധിക്കാൻ ഉതകുന്ന കുട്ടികളെ പ്രാപ്തരാക്കുകയാ. അല്ലാഹുവിനെ ആരാധിക്കാവുള്ളേ എന്ന് ലോകരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുകയാണ്. 100-ൽ പരം വിദ്യാർത്ഥികൾ ഈ വർഷം ഇതാ സനത് വാങ്ങി വന്നിരാകുന്ന മശായിഖന്മാരുടെ പൊരുത്തത്തോടുകൂടി പൊട്ടച്ചിറ അൻവരിയിൽ നിന്ന് യാത്ര പറയുമ്പോ അവർ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്, പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുവാനാ, അവന്റെ സിഫാത്തുകൾ ലോകത്ത് അലയൊലി കൊള്ളിക്കാനാണ്. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള വിരോധനം, അത് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നു. വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് വീണ്ടും ആശങ്കയോടുകൂടി നബി തങ്ങളോട് ചോദിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതായ ഒരു സമുദായം കടന്നു വരുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, ഇതൊക്കെ ഉണ്ടാകുമോ ഹബീബേ? ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും കാഠിന്യമായ, ഏറ്റവും മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക് ജനങ്ങളെത്തും. ഈ പറഞ്ഞ സിറ്റുവേഷനൊക്കെ അപ്പുറത്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ സഹാബത്തിന് അത് അറിയണം. അവർ ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇനി ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? നന്മ കൊണ്ടൊന്നും കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധിക്കുന്നുമില്ല, ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? ഈ കാലഘട്ടം എന്തായാലും ആയി. ഇപ്പൊ നമ്മളിലുണ്ട്. വാപ്പ മക്കളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ടോ? ഏത് വാപ്പ പറയുന്നു? ഏത് ഉമ്മയാണ് മകളോട് മോളെ നീ നിസ്കരിക്കെന്ന് പറയുന്നത്? ഇന്നത്തെ തലമുറ അതൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത്, മോളെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വല്ലതും കഴിച്ചിട്ട് കിടക്കുന്ന പറയാ. നിസ്കരിച്ചോന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ ഈ കാലഘട്ടത്തിൽ അപ്രസക്തമായി പോയി, ചോദിക്കാതായി പോയി. മക്കളോട് പേടിയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്നാൽ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരുടെ മദഹുകൾ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് അവരൊക്കെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന്. സമയമില്ല, ഇല്ലെങ്കിൽ ആയത്തോ ഹദീസൊക്കെ എത്രയോ ഓതാ. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യ സമയത്ത് അല്ലാഹു നൽകിയ ആദ്യത്തെ കൺമണിയല്ലേ? അദ്ദേഹത്തിന്റെ വിശേഷണം അല്ലാഹു പറയുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു അദ്ദേഹമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കും, സകാത്ത് കൊണ്ട് കൽപ്പിക്കും, കുടുംബത്തോട്, അഹ്ലി അയാലിനോട് കൽപ്പിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അഹ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം വിടുക സ്വന്തം ഭാര്യയാണ്. ഭാര്യ മക്കളോട് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് എത്ര ഭർത്താക്കന്മാർ ഭാര്യയോട് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്? ആകെ പോയി. അതൊക്കെ ആ പറച്ചിലേ ഇല്ല. നിസ്കരിച്ചോ എന്ന് ചോദിക്കൽ തന്നെ ഇല്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലുള്ളൊരു ജീവിതമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുക. അങ്ങനത്തെ സൈസിനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല, ചോദ്യം വർത്താനൊന്നുമില്ല, നടന്നങ്ങനെ പോവാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്തൊരു ഭർത്താവ് പറയുന്നുണ്ട്, ഞാനും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിട്ട് വർഷങ്ങളായി. നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ ഇപ്പോൾ 5 വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് വരും. ഒരു മേശ ഞങ്ങളുടെ അപ്പുറത്ത് 2 ബെഡ്റൂമിലായിട്ടാണ് കിടക്കുന്നത്. ഒരു മേശ നടുക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് ഭക്ഷണം അവൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും, എഴുന്നേറ്റ് പോകും, പാത്രം എടുത്തുകൊണ്ട് അവൾ പോവും, കഴുകി വെക്കും. അടുത്ത വക്കത്ത് കറക്റ്റ് സമയം ഡിഷ കഴിഞ്ഞ് വരും. അപ്പോൾ കറക്റ്റ് ഭക്ഷണം അവിടെ ഉണ്ടാവും, കറക്റ്റായിട്ട് കഴിക്കും. രാവിലത്തെ ഭക്ഷണം 9 മണിക്കാണ് ടൈം ടേബിൾ. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. 9:15 ഒന്ന് നോക്കിയാൽ സാധനം ഉണ്ടാവില്ല. അതും കൂടെ അടിച്ചിട്ടുണ്ടോ, 2 മുട്ടയും കൂടെ അവൾ കഴിച്ചു. അങ്ങനത്തെ നല്ല ഭാര്യ കിട്ടി. ഒരാൾ സങ്കടം പറഞ്ഞു,
വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഒന്നിച്ച് താമസിക്കുന്നില്ല, ഒന്നിച്ച് ഉറങ്ങുന്നേ ഇല്ല. എന്തെങ്കിലും വിഷയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവള് കത്തെഴുതി വെക്കും ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ. സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും. വെളിച്ചെണ്ണ 1 കിലോ, പച്ചമുളക്, മഞ്ഞപ്പൊടി ഒക്കെ അവിടെ എഴുതി വെക്കും. എന്നാലോചിച്ച് നോക്കും അങ്ങനത്തെ ഒരു ജീവിതം. ഒരേ വീട്ടിലാണ്, അപ്പുറത്തും ഇപ്പുറത്തെ കിടക്കുന്നത്. ഇങ്ങനെ പല വീടുകളുണ്ട്. ഇപ്പൊ അയാളിതിപ്പോ നമ്മളോട് മനസ്സ് തുറന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയുന്നു. അയാൾ പറയാണ് ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം കേൾക്കുന്നവരും ഒക്കെ ആണ്. അപ്പൊ ഉസ്താദ് എന്ന് വാതിലൂടെ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഒരു മാറ്റം ഉണ്ടാവും. അതിനാണ്. കാരണം അയാളും അടുത്തു. അയാൾ പറയാം പ്രായം കൂടി വരികയാണ്. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ, റാഹത്താകുന്ന ഐക്യം അള്ളാഹു നസീബാക്കട്ടെ, സന്തോഷകരമാകുന്ന ജീവിതം അള്ളാഹു നസീബാക്കട്ടെ. ചെറിയ വിഷയങ്ങളിൽ പിണങ്ങി അതങ്ങനെ പർവ്വതീകരിക്കപ്പെടുക. കുറച്ചുനാൾ അങ്ങനെ അങ്ങോട്ട് മാറിക്കിടക്കും. ആദ്യം ഒന്ന് ബെഡ്റൂം മാറും, പിന്നെ അതങ്ങോട്ട് മാറി. ചിലപ്പോൾ ഒരേ ബെഡിൽ തന്നെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങും. പിന്നെ ഒരേ ബെഡ്റൂമിൽ തന്നെ 2 കട്ടിലാണ്. ഇപ്പോഴത്തെ ഫാഷനാണ് അതൊക്കെ. ഭർത്താവ് അങ്ങോട്ടും തിരിഞ്ഞു, ഭാര്യ ഇതൊക്കോട്ടും തിരിഞ്ഞു, അങ്ങനെ കിടക്കുക. പിന്നെ കുറച്ചുകൂടി മുമ്പ് വാപ്പ അവിടുന്ന് മാറി അപ്പുറത്തെ റൂമിലായി, ഉമ്മ അനിയത്തിയുടെ വീട്ടിലായി. ഇങ്ങനെയൊക്കെ മാറ്റിക്കിടത്താൻ ആര് നമ്മളോട് പറഞ്ഞു? 63 വയസ്സ് വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. 25-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ വൈവാഹിക ജീവിതം നയിച്ചിട്ട് പ്രവാചകർ മാറിക്കടന്നിട്ടില്ല. ഭാര്യമാരോടൊത്തൊന്നാച്ചാണ് ജീവിച്ചത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് അവസാനം വഫാത്താകുന്ന വേള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. കുടുംബ ജീവിതത്തിന് ഇതിനേക്കാൾ വലിയ മകുട ഉദാഹരണം വേറെ വേണ്ട. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ ജീവിതം നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ വിഷയത്തിൽ പിണങ്ങുന്നതാ, പിന്നെ അത് പർവ്വതീകരിക്കും. പെണ്ണുങ്ങൾക്ക് പിന്നെ അതിൽ ലാക്കായി. കാരണം വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, രാത്രി റീൽസ് ഒക്കെ ഇടാനുണ്ട്. അപ്പോൾ ഭർത്താവും കൂടെ എന്തെങ്കിലും ശരിയാവൂല. ഒറ്റയ്ക്കിരുന്ന് റൂമിലിരുന്നിട്ട് നല്ല തുള്ളിച്ചാടി 2 റീൽസൊക്കെ ഇട്ട് റാഹത്തായി സെറ്റായി. ഭർത്താവ് ഉണ്ട്, ഇതൊന്നും നടക്കൂല. അപ്പോൾ പിന്നെ ഭർത്താവ് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, തൽക്കാലം അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കത്തെഴുതും. അദ്ദേഹം പറയും എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഒച്ചയിടും. അതേ ഉള്ളൂ. എഴുതാനൊന്നും അദ്ദേഹത്തിന് വലിയ വശയില്ല. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഈ രീതിയിൽ പോകുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അങ്ങനെ മക്കളോട്, ഭാര്യയോട് ഉപദേശമില്ല. പിന്നെ അങ്ങനെ മക്കളോട് തന്നെ പറയാ. മക്കളോട് നിസ്കരിക്കാൻ എത്ര പേര് പറയുന്നുണ്ട്? وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുകയാണ്. നബിയേ തങ്ങൾ നമസ്കാരം കൊണ്ട് അഹ്ലിനോട് കൽപ്പിക്കണേ റസൂലേ. വഅമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട് നിസ്കാരം കൊണ്ടുള്ള കൽപ്പന നിർബന്ധമാണ്. വസ്തബിർ അലൈഹാ, ആ നിസ്കാരം പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്നതിന് മേൽ പൂർണ്ണമായി ക്ഷമ അവലംബിച്ച് നിലകൊള്ളണേ എന്നും പരിശുദ്ധമായ ഖുർആൻ. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് നാം റിസ്ഖിനെ തേടുന്നില്ല. നിങ്ങൾക്ക് വീട് വേണോ, വാഹനം വേണോ, വസ്ത്രം വേണോ, ഭക്ഷണം വേണോ, ഈ വിഭവങ്ങളൊക്കെ നൽകുന്നത് നാമാണ്, അല്ലാഹുവാണ്. നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിന് ഒന്നും നൽകേണ്ടതില്ല. അല്ലാഹുവിന് പാല് വേണ്ട, അല്ലാഹുവിന് തേന് വേണ്ട. പാലഭിഷേകവും തേനഭിഷേകവും പടച്ച റബ്ബിന് ആവശ്യമില്ല. നിങ്ങൾ അല്ലാഹുവിന് ഭക്ഷണം നൽകേണ്ടതില്ല. നഹ്നു നർസുഖുക, അല്ലാഹ് പറയുകയാണ് നാമാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. നിങ്ങൾക്ക് റിസ്ഖ് നാം നൽകുന്നതാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ويعلم مستقرها
ومستودعها كل في كتاب مبين. ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബ് റിസ്ക് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം നമസ്കരിക്കുകയും കുടുംബത്തെ നിസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താൻ കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അവരെ നിസ്കാരമുള്ളവരാക്കി തീർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് റിസ്ക് വിശാലമാകും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് എന്ന് പറഞ്ഞാൽ ആഹാരം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, പിന്നെന്താ? വീട്, വാഹനം, വസ്ത്രം, അതുപോലെ തന്നെ അതിന് ഉൾപ്പെട്ടതാണ് ഭക്ഷണം. ഇതെല്ലാം കൂടി ഉള്ളതാ വിഭവങ്ങൾ. ഇതെല്ലാം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ കാര്യങ്ങളും നടപടിയാക്കും എന്നർത്ഥം. വേറൊന്നും വേണ്ട. കറക്റ്റായി 5 വഖത്ത് ജമാഅത്തായ പുരുഷന്മാർ അവ്വൽ വഖത്തിൽ വീടിന്റെ പള്ളിക്ക് അകത്തളത്തിൽ നിസ്കരിക്കണം. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ വീടിന്റെ അകത്തളങ്ങൾ നമസ്കാരം നിർവഹിക്കണം. മുടങ്ങാൻ പാടില്ല. മാത്രമല്ല കുടുംബത്തോടൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എപ്പോഴും ആ കൽപ്പന ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅ്മുർ അഹ്ലക. ഭാര്യയോടൊക്കെ എപ്പോഴും ചോദിക്കണം, സ്കരിച്ചോ. സുബൈക്ക് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവരെ വിളിച്ചുണർത്തണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിച്ച് ഭാര്യയെ വിളിച്ചുണർത്തുമ്പോൾ ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ അവളുടെ മുഖത്തൽപ്പം വെള്ളം തളിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന് കരുണ ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത വിഭാഗമാണ്. ഒരു പെണ്ണ് എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. ജോലി തിരക്കുകളാൽ വൈകുന്നേരം വൈകി വന്ന് കടന്നുറങ്ങിയതാകുന്ന ഭർത്താവ് ക്ഷീണിതനാണ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് മനോഹരമായ വീട് നൽകിയില്ലേ? അംഗവൈകല്യമൊന്നുമില്ലാത്ത നല്ല മക്കളെ, സാലിഹ്യങ്ങളായ മക്കൾ അള്ളാഹു സമ്മാനിച്ചില്ലേ? നല്ല വാഹനവും നല്ല വീടും സൗകര്യമൊക്കെ നൽകിയില്ലേ ഇക്ക എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ വിഷമത്തോടുകൂടി കടന്നുറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരല്പം വെള്ളം തളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്ന സഹോദരിക്ക്, ഭാര്യയ്ക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ. സമയമില്ലാത്തതുകൊണ്ട് ഓതി പറയാത്തത് ഒക്കെ ഹദീസാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അമലാണ്. കൽപ്പന ഉണ്ടാവണം. ആ കൽപ്പന ഈ ലോകത്ത് നിന്ന് എന്ന് അസ്തമിക്കുന്നോ അന്ന് ഈ ലോകത്തിന്റെ നാശമാണ്. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള തടയൽ, അത് അനിവാര്യമാണ്. അതാണ് കലാലയങ്ങളിൽ നടത്തുന്നത്, ദീനീ സ്ഥാപനങ്ങൾ നടക്കുന്നതാ. മക്കളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു. നിസ്കാരം 5 വഖത്ത് ചിട്ട വെപ്പിക്കുകയാണ് ഈ 500ഓളം വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. 5 വഖത്ത് ജമാഅത്തായവരെ നിസ്കരിപ്പിക്കുന്നു. ചെറുപ്പം മുതലേ ഒരു ശീലം കൊടുക്കാൻ. തിന്മകൾ കാണുമ്പോൾ ഉസ്താദുമാരെ തർബിയത്ത് ചെയ്യാണ്, മോനെ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്, പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ. മുതിർന്നവരോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയുക. എന്തെങ്കിലും തിന്മകൾ ഉണ്ടായാൽ പരിപൂർണമായി അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയാണ്. അങ്ങനെ തർബിയത്ത് കൊടുക്കാൻ. ഇത് ഈ ലോകത്ത് എന്ന് അസ്തമിക്കുന്നു ലോകത്തിന്റെ അവസാനമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് ഉണ്ടാകുമ്പോഴാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാകുക. നല്ല സമുദായം എന്ന് പറയുന്നത് എപ്പോഴാണ്? നന്മ കൊണ്ടുള്ള കൽപ്പന വേണം, തിന്മ കൊണ്ടുള്ളതാകുന്ന തടയൽ വേണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ. ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് നന്മയെ തിന്മയായി കാണുന്ന കാലമാണ്, തിന്മയെ നന്മയായി കാണുന്ന യുഗമാണ്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ. സഹാബത്ത് നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, അവകാഇനുൻ ദാലിക യാ റസൂലല്ലാഹ്, നന്മയെ തിന്മയായി കാണുന്ന യുഗം വരുമോ ഹബീബേ? തിന്മയെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ. ഇതിനേക്കാൾ മോശപ്പെട്ട യുഗത്തിലേക്ക് ലോകമെത്തിപ്പെടുമേ സ്വഹാബ. ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
എന്താണ് ആദ്യം പറഞ്ഞത്? നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനമില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം. അതിനേക്കാൾ മോശപ്പെട്ടതാ ഇപ്പൊ പറഞ്ഞത്. എന്ത്? നന്മയെ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും, തിന്മയൊക്കെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടവും വരും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഇപ്പൊ ഫിറ്റാണ്. ഇപ്പൊ സിനിമ പിടിക്കുന്ന പരിപാടി, ഇപ്പൊ ഇറങ്ങുന്ന പുതിയ സിനിമകളൊക്കെ 50 കോടി 100 കോടി 1000 കോടി കണക്കാണ്. കോടികളുടെ കണക്കേ പറയാനുള്ളൂ, ലക്ഷത്തിന്റെ കണക്കൊന്നുമില്ല, ഒക്കെ പോയി. ഇത് കേൾക്കുമ്പോൾ പുതിയ പണക്കാർ, പുത്തൻ പണക്കാരായ മുസ്ലിമീങ്ങൾ ഒക്കെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ കൊണ്ടുവന്ന് പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്തിന്? സിനിമ പിടിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുതിയ തലമുറക്ക് അങ്ങോട്ടാ താല്പര്യം. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ താല്പര്യമാണ്. അതിന്റെ പിറകെ കൊണ്ടുവന്ന് ചെലവഴിക്കാൻ, പൈസ കൊണ്ടുപോയി ചെലവഴിക്കാൻ, ലക്ഷങ്ങൾ കോടികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾക്കൊരു സിനിമാ നടിയുടെ തോളത്ത് കൈയിട്ടൊരു ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അത് മതിയെന്ന് പറഞ്ഞ് എല്ലാ ഹാജിയാക്കന്മാരും അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. മുമ്പ് കാബയുടെ കില്ല പിടിച്ച കൈയുമായിട്ട് ഇപ്പോൾ പെണ്ണുങ്ങളുടെ തോളത്ത് കൈയിടാൻ നടക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളും അതുപോലെ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരും ഒക്കെ ഉദ്ഘാടിച്ചിരുന്നതാകുന്ന ജ്വല്ലറികളൊക്കെ ഇന്ന് ഉദ്ഘാടിക്കുന്നതാരാ? കെട്ടിവെച്ച പെണ്ണുങ്ങളെ കൊണ്ടുവരിക, 10 മണിയാകുമ്പോൾ അവളെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മുമ്പ് വലിയ വലിയ സാദാത്യങ്ങളും വലിയ വലിയ ആലിമീങ്ങളൊക്കെ കൊണ്ടുവന്ന കട ഉദ്ഘാടിച്ചിരുന്നു. ഇപ്പൊ അവരെ കൊണ്ടുവരുന്ന എപ്പോഴാ? രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ 4:30 മണിക്ക് കൊണ്ടുവരുള്ളൂ. സുബൈക്ക് മുമ്പ് കൊണ്ടുവരുത്തി, സുബൈക്ക് മുമ്പ് കൊണ്ടുവരുന്നു. ഷട്ടർ 3/4 ഭാഗം താഴ്ത്തു, എന്നിട്ട് അടിയിൽ കൂടെ എഴഞ്ഞു കയറിക്കണം. ഇല്ലെങ്കിൽ പുറവ് വഴി ഒരു വഴിയുണ്ട്, അതിലേ കയറ്റുള്ളൂ. ഫ്രണ്ടിലത്തെ വഴി ആർക്കുള്ളതാ? 10 മണിക്കില്ല അവള് വരും. അവള് വരുമ്പോഴത്തേക്ക് തുറക്കുള്ളൂ. ഹാജിയാർക്കപ്പോൾ അവളുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ആയത്തായിട്ട് 10 ഹജ്ജ് ചെയ്ത് 11ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുക. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണല്ലോ, ഒരു കരുതലായി ഇവളോടെ ചേർന്ന് നിൽക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന പദ്ധതി പറയുമ്പോ പൊള്ളു. നമ്മുടെ ഈ സമുദായത്തിലെ പണച്ചാക്കുകളായ ആളുകളുടെ ഏറ്റവും മോശപ്പെട്ട പ്രവണതകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കീഴിലുള്ളതാകുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി സിനിമ പിടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ പണക്കാരായ ആളുകൾ. നമ്മുടെ സമുദായത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. കയ്യിലുള്ളതാകുന്ന സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാൻ ഒരു കാലഘട്ടത്തിൽ അമുസ്ലിമായി നിലകൊണ്ടതാകുന്ന സഹോദരി പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ കയ്യിലുള്ളത് മുഴുവനും ദീനിന് വേണ്ടി കൊടുക്കലാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് മനസ്സിലാക്കി തന്റെ സമ്പാദ്യം മുഴുവനും ആലിമീങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി 55 വർഷം മുമ്പ് ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തത് ഇന്നും ഖബറിൽ അതിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വലപ്രഭ അനുഭവിച്ചുകൊണ്ട്, സിയാറത്തിന്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് മഹിളകൾ ഇവിടെ കടക്കാൻ അവർക്ക് കിട്ടുന്ന നേട്ടം എത്ര വലുതാണ് ആലോചിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ ഈ സമുദായോ ജനിച്ചപ്പോഴേ വിശ്വാസിയാണ്, എന്നിട്ട് കാണിക്കുന്നതോ മുഴുവൻ ശുദ്ധ തെമ്മാടിത്തരം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈമാൻ പോയി, നഷ്ടപ്പെട്ടു പോയി. അതാണ് വീട് ഉദ്ഘാടിക്കാനും കട ഉദ്ഘാടിക്കാനും ഒക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് നടന്മാരെയും നടിമാരുടെയും ഡേറ്റ് നോക്കിയിട്ട് ഹാജിയാര് നടക്കാൻ, സിനിമ പിടിക്കാൻ നടക്കുക, കോടികൾ ഉണ്ടാക്കാൻ നടക്കുകയാണ് ഈ നാട്ടിലേതാകുന്ന സമുന്നതരാകുന്ന വലിയ വലിയതാകുന്ന പണച്ചാക്കുകൾ. എത്ര പണക്കാർ ഈ സദസ്സിലുണ്ട്? നിങ്ങൾ തന്നെ പറയും. ഈ നാട്ടിലേതാകുന്ന പൗരപ്രമുഖരാകുന്ന എത്ര പണക്കാർ നമ്മുടെ വാലിന്റെ മജ്ലിസിൽ വരുന്നുണ്ട്? എത്ര നേരം ഒരു മജ്ലിസുകൾ ഇരിക്കുന്നുണ്ട്, ഇൽമു പഠിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പരിശുദ്ധമായ ദീനിനെ കൃത്യമായി സഹായിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ദീനിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോ ഫവല്ലാഹി മൽ ഫഖറ ഖശാ അലൈക്കും വലാകിൻ ഖശാ അലൈക്കും അൻ തുബസത ദുനിയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല സഹാബ. മുഹമ്മദ് നിങ്ങളെ മേൽ ഭയക്കുന്നത് സമ്പത്താണ്, സമ്പത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ഫവല്ലാഹി
വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും, മുൻഗാമികളായ ആളുകൾക്ക് ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട് സഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന്റെ പിറകെ ഓടി അത് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി പരിശ്രമിച്ച് പലിശയിലൂടെയുള്ള ജീവിതം നയിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ വേണ്ടി ഹറാമായ തലം തേടുന്നതായ ആളുകളില്ലേ? സിനിമയുടെ പ്രൊഡ്യൂസറായി, സിനിമയുടെ സംവിധായകരായി, അതിന്റെ ഡയറക്ടറായി, ആ സിനിമാ നടന്മാരുമായി നടിമാരുമായി ബന്ധം പുലർത്തി ജീവിതത്തെ ഹോമിക്കുന്നതായ ആളുകളായി നിങ്ങൾ മാറുമേ മാറുമേ. ഫതുഹ്ലികകും കമാ അഹ്ലകതും, മുൻഗാമികൾ നശിച്ചതുപോലെ ദുനിയാവിന്റെ പിറകെ ഓടി ഓടി നടന്ന് മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അദ്ദുനിയാ ജിഫാ വത്വാലിബുഹാ കിലാബ്, ദുനിയാവ് ശവമാണ്, അത് തേടുന്നവൻ നായയാണ്. ശവം തിന്നുന്നത് നായയല്ലേ, നായയല്ലേ. മനുഷ്യന്റെ പ്രകൃതമല്ല, മനുഷ്യന്റെ ശൈലിയല്ല. സാലിഹീങ്ങളാകുന്ന മഹത്തുക്കൾ അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ത്വലാക്ക് ചൊല്ലിയവരാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫിഹാ فلما علموا أنها ليست لحي وطنا. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, മഹാരഥന്മാർ, വീരാൻ ഔലിയാഉപ്പ പടക്കമുള്ള എത്രയോ സമുന്നതരാകുന്ന മഹത്തുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെല്ലാം മനസ്സിലാക്കിയത് ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു ചിന്തയാണ്. ഈ ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, നശിക്കുന്ന ലോകമാണ്, നശിക്കുന്ന യുഗമാണ്. അനശ്വരവും അനന്തവുമാകുന്ന ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനല്ലേ യഥാർത്ഥ വിജയി. ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇതിനെ ത്വലാക്ക് ചൊല്ലുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. നാളെ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള മനസ്സിലാകൽ ഉണ്ടായതുകൊണ്ട് ദുനിയാവിനെ ബുദ്ധികൂർമ്മതയുള്ള മഹത്തുക്കളൊക്കെ ത്വലാക്ക് ചൊല്ലുകയാ, പരിപൂർണമായി ഒഴിവാക്കുകയാണ്. നമ്മളോ ദുനിയാവിനെ വെട്ടിപ്പിടിക്കുക, ദുനിയാവ് ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുക, ഓടി നടക്കുക. പുതിയ സിനിമ ഒക്കെ റിലീസ് ചെയ്ത പടങ്ങളൊക്കെ റിലീസ് ചെയ്തതിന്റെ ഒക്കെ പ്രൊഡ്യൂസറും സംവിധായകരൊക്കെ ആരാ? പോയി നോക്ക് നിങ്ങൾ. ഒക്കെ നമ്മുടെ കൗമാണ്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സിനിമ പിടിക്കാൻ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി? അതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എത്ര കറക്റ്റ് ആണ്. കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫ, തിന്മകളെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും. സയ്യിദുനാ റസൂലുള്ളാഹി. സിനിമ പിടിക്കുക, സിനിമ കാണുക, സീരിയൽ ദർശിക്കുക, റീൽസ് കളിക്കുക, ഇതൊന്നും ഒരു വിഷയമല്ല മൂല്യാരെ എന്ന് പറയുന്ന യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തിന്മകളൊക്കെ നന്മയായി കാണും. കണ്ടോ, അന്ന് 1400 വർഷം മുമ്പ് നബിതങ്ങൾ ആശങ്കപ്പെട്ടത് ഇന്ന് ഈ ഉമ്മത്തിൽ സംഭവിക്കാം. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നിങ്ങൾ പറയും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, ഈ പറഞ്ഞതൊക്കെ ലോകത്തിന് ഉണ്ടാകുമോ ഹബീബേ?
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ വലിയ നാശത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. നബിയുനാ റസൂലുള്ളാഹി സ്വഹാബത്ത് ചോദിക്കുകയാണ് വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശപ്പെട്ട യുഗം ഏതാണ് നബിയേ, പറയുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്. ഇനി ഒരു കാലഘട്ടം കടന്നു വരും, അന്ന് തിന്മ കൊണ്ടുള്ള കൽപ്പന നിങ്ങൾക്കുണ്ടാകുമേ, നന്മ കൊണ്ടുള്ള തടയൽ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ചെയ്യാൻ സമ്മതിക്കൂല, തിന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ ചെയ്യാൻ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തിന്മ ചെയ്യാൻ കൽപ്പിക്കാണ്, ആണ് മനസ്സിലാക്കേണ്ടത്. തിന്മ ചെയ്യാൻ കൽപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നർത്ഥം. നിങ്ങളെ കൊണ്ട് നിർബന്ധം പിടിപ്പിക്കും. നന്മ ചെയ്യുന്നതിനെ തൊട്ട് തടയും, പറ്റൂല എന്ന് പറയും. കൈഫ അൻതും ഇദാ നഹൈതും ബിൽ മഅറൂഫി വഅമർതും ബിൽ മുൻകർ, തിന്മ കൊണ്ട് നിങ്ങളോട് കൽപ്പനയുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ ഇന്ന് ഈ ലോകത്ത് വന്നു കഴിഞ്ഞു. ആളുകളൊക്കെ നിസാരവൽക്കരിക്കുകയാണ്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ ലഹരിയുടെ പുറകിലാണ്. സ്വന്തം കൂട്ടുകാരെ തന്നെ നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, സാധനം ഇച്ചിരി അടിച്ചു നോക്ക്, സെറ്റാവും, നല്ല ധൈര്യം ഉണ്ടാകും, അടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക. ഈ അടുത്ത് നിസാം എന്ന ഒരു സഹോദരൻ, അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ വന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും. എന്റെ കൂട്ടുകാരും ഒന്നിച്ച് 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയാൻ, കോഴിക്കോടുള്ളതാകുന്ന കടപ്പുറത്തേക്ക് ഞങ്ങൾ പോയതാണ്. ഒരാഴ്ചയിൽ ഞങ്ങളൊരു വിസിറ്റിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പൊ കൂട്ടുകാരെ നിർബന്ധിച്ചു, നല്ല ധൈര്യമുണ്ടാകാൻ MDMA എന്നറിയപ്പെടുന്ന ഈ ലഹരി കൈ തന്നിട്ട് സാധനം അടിച്ചു നോക്കാൻ പറയാം. കൂട്ടുകാരുടെ നിർബന്ധം ഉണ്ടോ, അവരുടെ കൽപ്പനയാണ്. നമ്മുടെ കൂട്ടത്തിരിക്കുമ്പോ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, സ്വല്പം അടിക്ക് ഫിറ്റാട്ടെ. അപ്പൊ എന്നാ നിർബന്ധം നിമിത്തം പിള്ളേരല്ലേ നമ്മുടെ കൂട്ടുകാരെ, നീ അവന്മാരുമായിട്ട് തെറ്റുണ്ടാന്ന് കരുതിയിട്ട് പഞ്ചസാര തരി പോലുള്ള ഈ സാധനം ഒന്ന് ചുണ്ടിനടിയിലോട്ടൊന്ന് വെച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ പിന്നെ അവൻ അതിന് അഡിക്റ്റാണ്. പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ എന്തും ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, അഡിക്റ്റാവുകയാണ്. അങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് എന്താകുന്നത്, സ്വന്തം മാതാവിനെ പോലും കഴുത്തറത്ത് കൊല്ലാൻ വേണ്ടി തയ്യാറാകുന്നത്. കൊടുവാള് കൊണ്ട് വെട്ടി 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 ഉമ്മയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞതാകുന്ന ചെറുപ്പക്കാരനോടും മുസ്ലിം ചെറുപ്പക്കാരനോടും പോലീസ് ചോദിച്ചു, എന്തിനാണ് നിഷ്ഠൂരമാക്കപ്പെട്ട ഈ കൊല നീ ചെയ്തത്? എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണെന്ന് പരസ്യമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ സിന്തറ്റിക് ലഹരിയുടെ പേരിലാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരനാണ്. എവിടേക്ക് നമ്മുടെ മക്കൾ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതാണ് അതിനെ അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞ അർത്ഥം. ചെറുപ്പക്കാരൻ പറയാ, 22 വയസ്സുള്ള സമയത്ത് ഞാൻ ഇതൊന്നെടുത്ത് ചെറുതായിട്ടൊന്ന് വെച്ച് കടപ്പുറത്ത് പോയിരിക്കല്ലേ, റാഹത്തല്ലേ, കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ, തരുണി മണികളൊക്കെ പോകുന്നുണ്ട്, എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും ഇരിക്കട്ടെ എന്ന് കരുതി റാഹത്തായി, മുറാദ് ഹാസിലായി. ഇത് കഴിച്ചോടുകൂടി സംഭവം എന്തായി, ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഹാല് മാറി, ജദ്ബിലേക്ക് വന്ന് പിറ്റേ ദിവസം എത്തിയപ്പോഴത്തന്നെ ഈ സാധനം വേണം. അപ്പൊ അവന്മാരെ വിളിച്ചപ്പോ അവന്മാര് പറഞ്ഞ സംഭവം കിട്ടണമെങ്കിൽ വയനാട്ടിൽ വരണമെന്ന്. 1500 രൂപ എടുത്തിട്ട് വയനാട്ടിൽ പോയി ഈ സാധനം വാങ്ങുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കോ ഈ സാധനം പിന്നീട് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 10,000 രൂപ കൊടുത്തിട്ട് ഒരല്പം കൂടുതൽ വാങ്ങിച്ചു വെച്ചു. കാരണം ഇത് സാധനം തപ്പി തപ്പി ഇനി ഓടണ്ടല്ലോ, വണ്ടി യാത്ര സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ചുണ്ടി വെച്ച് കഴിഞ്ഞാൽ റാഹത്തായി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെറുതെ പെട്രോൾ കളയണ്ട. അപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ച് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ച്. അത് കഴിഞ്ഞപ്പോൾ പറയാണ് 25,000 രൂപയ്ക്ക് ഈ സാധനം വാങ്ങിച്ച് ഒരല്പം കൂടുതൽ വാങ്ങിച്ചു വെച്ചപ്പോൾ ഈ സാധനം 10,000-നും 15,000-നും 20,000-നും 25,000-നും ഒക്കെ വാങ്ങാൻ പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി ചെറുപ്പക്കാരായ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും എൻ്റെ വീട് മുറ്റത്ത് വരാൻ തുടങ്ങി. വലിയ വലിയ പണക്കാർ വരാൻ തുടങ്ങി. BMW അടക്കമുള്ള വലിയ വലിയ വാഹനങ്ങളിൽ വരാൻ തുടങ്ങി. ആങ്ങളെയും പെങ്ങളും ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരുന്നവർ പിന്നീട് ഒരുമിച്ച് വരാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് വന്നിരുന്നവർ പിന്നെ ഒരുമിച്ച് വരാൻ തുടങ്ങി. ഒരു ഫാമിലി മെമ്പേഴ്സും ഒന്നായിട്ട് തന്നെ വരുന്ന അവസ്ഥയിലേക്കുണ്ടായി. എനിക്ക് പരിചയമുള്ള എല്ലാ മുഖങ്ങളും എത്തി തുടങ്ങി. അവൻ പറയാ, കാരണം ഇതിന് അഡിക്റ്റായിരിക്കാൻ എല്ലാവരും. വാപ്പായും ഉമ്മായും ഒക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വയ്യാറല്ല, ജമാഅത്തായിട്ട് സാധനം അടിക്കാൻ വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സുഖമുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം.
ഇതൊക്കെയാണ് പുതിയ തലമുറ, മനസ്സിലാക്കണം. ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. അവസാനം ഈ ചെറുപ്പക്കാരൻ പറയാ ധൈര്യം ഉണ്ടാകുമെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. ആദ്യം ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും, പിന്നീട് ഈ ധൈര്യം ചോർന്നിട്ട് പിന്നീട് അവസാനം സങ്കടത്തിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ എത്തും. വിഷാദമാകുന്ന അവസ്ഥയാണ്. ആളുകൾക്ക് മുന്നിലൊന്നും പ്രത്യക്ഷപ്പെടൂല. ചെറുപ്പക്കാരെയൊക്കെ ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ നല്ലതുപോലെ നോക്കിക്കോ. എന്തിനാണ് മുത്തല്ലിമാകാൻ മക്കളെ വിടുന്നത്? എന്തിനാണ് ഈ വെള്ള വസ്ത്രം ഇട്ട് ശുവസ്ത്രം ധരിച്ചിട്ട് അൻവരിയ കോളേജിലേക്ക് മക്കളെ നേർച്ചക്കോഴികളെ പോലെ ഇങ്ങനെ വിടുന്നത് എന്തിനാ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കളിയാക്കുന്നതാകുന്ന പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയതാകുന്ന തിക്തമായ അനുഭവങ്ങളാണ് ഈ പറഞ്ഞത്. ശരിക്കും മനസ്സിലായിക്കോ. ഈ മുത്തല്ലിമീങ്ങൾ മലായിക്കത്തുകളുടെ ചിറക് വിരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതി, ഹദീസുകൾ പഠിച്ച്, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച്, ആലിം കോഴ്സായി ആലിമീങ്ങളായി അൻവരി ബിരുദമെടുത്ത് ഈ നാടിൻ്റെതാകുന്ന ഓരോ പ്രദേശങ്ങളിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പ്രചരണാർത്ഥമായി ഇവർ കടന്നു വരുമ്പോ ഇവരെ നിസാരക്കാരായി കണക്കാക്കുന്നതാകുന്ന മൂല്യന്മാരൊന്നും ലോകം തിരിയാത്തവരാണെന്ന് പറയുന്നവർ സ്വന്തം മക്കളുടെ വിഷയത്തിലൊന്ന് ജാഗ്രത പുലർത്തിക്കോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ശരിക്കും മനസ്സിലായിക്കോ. എന്തിനാ മക്കളെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് ചിന്തിക്കുന്നവർ ശരിക്കും മനസ്സിലായിക്കോ. വിദ്യ നുകരാൻ വേണ്ടി പോകുന്ന മക്കളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസാനവും പറയുന്നു, നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒന്ന് തന്നെ പറയാ, വിഷാദ രോഗത്തിന് അടിമപ്പെടുകയാണ്. 10 പേര് കൂടുന്ന മജ്‌ലിസിൽ വരൂല. ഇപ്പൊ ഈ മജ്‌ലിസിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എത്ര ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. എല്ലാവരും അത്തരക്കാരാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വളരെ വിരളം ചെറുപ്പക്കാരെത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എത്രയോ ചെറുപ്പക്കാർ വാതിന്റെ മജ്‌ലിസിലേക്ക് എത്താതെ റോഡിലും മറ്റൊരുമൊക്കെ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു തടയാണ്, റാഹത്താണ്. ഏതെങ്കിലും കടയുടെ ബാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറിന്റെ പിറകിലോ പ്രസംഗിക്കാൻ വന്ന ഹത്തീബ് ഉസ്താദിന്റെ വണ്ടിയുടെ പുറകിൽ നിന്നിട്ട് റാഹത്തായിട്ട് രണ്ടിന് വണ്ടി തിരികെ വെച്ചോണ്ട് നടക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അമാർക്കൊരു റാഹത്താണ്. കടയിലൊക്കെ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചൊന്ന് സെറ്റായി അതിന്റെ മജ്‌ലിസിലൂടെ അതിന്റെ അപ്പുറത്തൂടെ ഒന്ന് കറങ്ങി ഒന്ന് സെറ്റായിട്ടൊക്കെ നടക്കുക. പെൺകുട്ടികളടക്കം ഇതിനടിറ്റാണ്. 6ാം ക്ലാസ്സിലും 7ലും 8ലും 9ലും +1 +2 ഒക്കെ പഠിക്കുന്ന മക്കളടക്കം ഇതിനടിറ്റാണ്. 10 പേര് കൂടുന്ന മജ്‌ലിസിൽ വരൂല. 10 പേര് ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് വാപ്പയും ഉമ്മയെ ക്ഷണിച്ചു. ഇവിടെ വാടാ മോനെ കൊണ്ട് ഉസ്താദ് നിന്നെ ക്ഷണിക്കുന്നു എന്ന് വന്ന അതൊക്കെ ഇങ്ങനെ തല വെട്ടിച്ചായിരിക്കും നിൽക്കുക, തല കുനിച്ച് നിൽക്കും, നേരെ വർത്താനം പറയൂല. ഇരുട്ടെപ്പോഴും ഇഷ്ടമായിരിക്കും. ഇരുണ്ട റൂം, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക. നമ്മളവർക്ക് ഇങ്ങനെ ഹൽവത്തിരിക്കുക. ഹൽവത്ത് നായകം എന്ന് പറഞ്ഞ് ഒരു മഹാൻ അവിടെ അടങ്ങിയിട്ടുണ്ട് ഏർവാടി. അള്ളാഹു നമുക്കൊക്കെ അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വലിയ മഹത്തുക്കളാണ്. അതേപോലെ ഇവ ഹൽവത്തില. നമ്മളവർക്കും വലിയ ഫിക്കറിലായിരിക്കും. ഫിക്കറിലല്ല, വേറെ ഹാലില്ല, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഇടയ്ക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്യും, WW അടിച്ചുകൊണ്ട് വേറെ ലോകത്തേക്ക് നീലചിത്രമൊക്കെ കണ്ട് വേറെ ഹാലിലായിട്ടിരിക്കുക. ഇതൊക്കെ പുതിയ തലമുറയാണ്. ഗെയിമിന്റെ ലോകത്ത് വിഹരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് റൂം തുടങ്ങിയിട്ട് ഏതെങ്കിലും വണ്ടിയിലെ ചെക്കന്മാര് പിള്ളേർ വരും, ഫോൺ അടിച്ചുകൊണ്ട് വരും. അവന്മാരുടെ വണ്ടിയുടെ പുറകെ ഒറ്റ പോക്ക പറക്കുന്നതാണോ? പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പറമേ പറയണ്ട എന്ന് സ്വർഗത്തിന്റെ കഥ പറയുന്നുണ്ട് തഴോസ്. അതേപോലെ ഒറ്റ മറക്കല. മകൻ താ പോകുന്നു, ഇടയ്ക്ക് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പിന്നെയും കുറെ കഴിയുമ്പോൾ രാത്രി ഒരു 12 മണിയാകുമ്പോൾ വീണ്ടും വന്ന് റൂമിലേക്ക് വന്ന് കയറുകയാണ്. മോനെ വല്ലതും എല്ലാം കഴിച്ചിട്ടുണ്ട്, സെറ്റായി വരുന്ന കുഴിമന്തി കിഴി പൊറോട്ട ഒക്കെ അടിച്ചിട്ടുണ്ട്. സംഭവം കഴിക്കൊന്നും വേണ്ട. പാപ്പായും ഉമ്മായും മക്കളെ കുറിച്ച് പറയാ, ഒന്നോ എന്റെ പൊന്നുമോൻ ഇപ്പൊ നല്ല ഡേറ്റിലെ ഉസ്താദെ, എന്താ കണ്ടില്ല, അവൻ നല്ല മെലിഞ്ഞ് നല്ല റാഹത്തായിട്ട്, മോളാണെങ്കിൽ കറക്റ്റായിട്ട് ഡേറ്റൊന്നും അല്ല, കഞ്ചാവ് അടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതാദ്യം മനസ്സിലാക്കണം. ഉമ്മ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കും. മക്കൾ ഡേറ്റ എന്നും പറഞ്ഞ ഉമ്മ ഇരിക്കുന്നത് ഡേറ്റൊന്നും അല്ല, അവർക്ക് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശരീരം മെലിഞ്ഞുണങ്ങും, എല്ലൊക്കെ വെളിയിലേക്ക് ഉന്തും. അപ്പായുമായി ശരിക്കും മനസ്സിലായിക്കും. ഈ സിന്തറ്റിക് ലഹരിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സാധാരണയുള്ളതാകുന്ന ലഹരി പോലെയല്ല. കള്ളൊക്കെ അടിച്ചാല് മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് നടക്കും. ഇതിപ്പോ ഒരു കുഴപ്പമില്ല, ഒരു മണവും പുറത്തേക്ക് വരുന്നില്ല, ഒരു ദുർഗന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അടിച്ചിട്ടുണ്ടോന്നൊന്നും അറിയില്ല. കണ്ണുമൊക്കെ നല്ല റാഹത്ത്, മൂങ്ങാടെ കണ്ണു പോലെ സെറ്റായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നല്ല റാഹത്താണ്. അപ്പൊ ഇവനെ കാണുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. പാപ്പായുമാർക്ക് വന്നു നമ്മുടെ മോന് നല്ല റാഹത്തുള്ള മോനാണ്, ഒരു കുഴപ്പമില്ലെന്ന് കരുതും. ഇടയ്ക്കിടയ്ക്ക് അവനെ കൊണ്ട് ഊതിക്കും, അവൻ ശരിക്കും ഊതി കൊടുക്കും. പാപ്പായ മന്ത്രി ചോദിയെ കൊടുക്കുക, ഒരു മണവും ഇല്ല, റാഹത്താണ്. അപ്പൊ നമ്മുടെ മോൻ നല്ല കുഞ്ഞാന്ന് കരുതിയിരിക്കുക. സംഭവം ഇവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയ ഐറ്റം. ഇതാണ് ഏറ്റവും വലിയ അപകടമുള്ള സാധനം. എക്സൈസ് ഉദ്യോഗസ്ഥർ മിനിഞ്ഞാന്ന് പത്രത്തിലുണ്ടായിരുന്നു, കണക്കവരിട്ടു. ഏകദേശം 12,464 ആളുകളാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലഹരി മുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ വന്നത്.
അതിൽ 10,000-ഓളം വരുന്നതാകുന്ന ആളുകൾ വിദ്യാർത്ഥികളായിരുന്നു. അവരൊക്കെ തന്നെ സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെട്ടവർ, അഥവാ ഇത്തരത്തിലുള്ള MDMA LSD അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന മക്കളാണ്. എന്ന് പറഞ്ഞാൽ 2000 ആളുകളെ എന്തുള്ളൂ, കള്ളുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ളൂ. ഡി-അഡിക്ഷൻ സെന്റർ വന്നു. ബാക്കിയൊക്കെ ഏതായിരുന്നു? MDMA LSD ആയിരുന്നു എന്നർത്ഥം. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവും. കള്ളൊക്കെ പോയി, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. അതൊക്കെ വാല്യാപ്പന്മാർക്കുണ്ടായിരുന്നു, അവരെ കൗട്ടർ അടിച്ച് തീർന്നു. ഇപ്പൊ പിള്ളേർ നല്ല സെറ്റായിട്ട് നടക്കണം, പുതിയ തലമുറയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കുത്തി കൊടവേറ് വെളിയിലിട്ടേക്കും. അങ്ങനത്തെ സീമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറിയിരിക്കുക. എപ്പോഴും ദേഷ്യ. അതല്ലേ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു അധ്യാപകൻ മകനെ ഉപേക്ഷിക്കാൻ, അപ്പോഴത്തേക്ക് അവൻ തന്നെ മൊബൈൽ പിടിച്ചു വെച്ചതിന് അവൻ പറയാം, പുറത്തോട്ട് ഇറങ്ങ്, ഹായ്വാനെ കാണിച്ചു തരാം, നിന്നെ തീർക്കുമെന്ന്. അങ്ങനെയുണ്ട്. ഇതാണ് പുതിയ കുട്ടികൾ. ആരോട് പറയാനാണ്? എവിടെ എത്തി നമ്മുടെ മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. അധ്യാപകരോട് പറയാ, പുറത്തോട്ടിറങ്ങ്, അതാണ് നിന്നെ തീർക്കുമെന്നാ പറയുന്നത്. പുറത്തോട്ട് നീ ഇറങ്ങി കാണിച്ചു തരാം. ആലോചിച്ചു. എല്ലാം എന്തായാലും നമ്മുടെ കൗമാണ്. അതെന്തായാലും റാഹത്താണ്. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയില് മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്ന ഒരു സഹോദരനെ പിടിച്ചു. MDMA കൈവച്ചതിന് വേണ്ടി. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നമാണ്. MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി കഴിഞ്ഞു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ അയാൾ ഡോക്ടറാ, ആളുകളെ ചികിത്സിക്കേണ്ടവനാ. ഇത്തരത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കൗമാണാര്? ഡോക്ടർമാര്. അവരാണ് ആളുകളെ ശുശ്രൂഷിക്കുന്നത്. മാരകമാകുന്ന ക്യാൻസർ വന്നാൽ പോലും ചികിത്സിക്കുന്ന ആരാ? MBBS പഠിച്ചവരാ, ജനറൽ നഴ്സിംഗ് പഠിച്ച ആളുകളാ. അവനെ MDMA അടിക്കുന്നതിൽ പിടിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, എത്ര പേരുണ്ട് നിന്റെ കൂട്ടുകാർ? അപ്പൊ കൂട്ടുകാരുടെ എണ്ണമൊക്കെ പറഞ്ഞു. അവന്മാരെല്ലാം അടിക്കുന്നവരാന്ന് പറയാ. 4 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജമാഅത്തായിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കുക. ആ പറഞ്ഞതിൽ 38 പേരോളം പേര് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 33 പേരും നമ്മുടെ കൗമാണ്. നമ്മുടെ കൗമിന്റെ അല്ല വിഷയം. മനുഷ്യരാകുന്ന ഏതൊരു വ്യക്തിയും, അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ, ഈ ലഹരി ഉപയോഗിക്കാൻ പാടില്ലല്ലോ സഹോദരങ്ങൾ. എത്ര കുടുംബങ്ങളാണ് തകർക്കപ്പെടുന്നത്, എത്ര കുടുംബങ്ങളാണ് ഇല്ലാതാകുന്നത്. അവസാനം ഇതെല്ലാം തിരിച്ചു വരാൻ ഡി-അഡിക്ഷൻ സെന്ററൊക്കെ ഉപകരിക്കും. അതാണ് നിസാം എന്ന ചെറുപ്പക്കാരൻ, അയാൾ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതാണ്, ഞാനിപ്പോ അതൊക്കെ നിർത്തി. അയാൾ പറയാൻ, ഇപ്പൊ അതൊക്കെ നിർത്തി, ഇപ്പൊ നന്നായി. ഡി-അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് സ്വയം തന്നെ എന്റെ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചു, ഇത് വലിയ തെറ്റാണ്, പാതകമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. തിരിച്ചു വരൽ വളരെ പ്രയാസമാണ്. അവസാനം എത്തുക വിഷാദ രോഗത്തിന്മേലാണ്. ഭയങ്കര ദുഃഖമായിരിക്കും. ദുഃഖം തളം കെട്ടി നിൽക്കും. ജീവിക്കാൻ തന്നെ താല്പര്യമില്ല.